പ്രിയമുള്ള സഹോദരന്മാരെ, ലോകസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ രാജ്യത്തിൻ്റെ അവസ്ഥ. ന്യൂനപക്ഷത്തെ പ്രയാസപ്പെടുത്തുന്ന രീതി, ഇന്ത്യൻ ഭരണഘടന പോലും ഇല്ലാതാക്കുന്ന അവസ്ഥ, അതിക്രൂരമായ ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഈ ഭരണത്തിനൊരു മാറ്റം വേണമെങ്കിൽ ഇന്ത്യ മുന്നണി ഇവിടെ വരേണ്ടതുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ്, UDF ഇതിനെ ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഏതെങ്കിലും വിധേന UDF ഇവിടെ ഭരണത്തിൽ കയറുകയെ നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ, അതായത് UDFനെ വിജയിപ്പിക്കാൻ എല്ലാവരും പരിശ്രമിക്കുക തന്നെ വേണം. ഈ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ കേൾക്കുന്നത് ഖേദകരമാണ്. ചില പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്ന് ചില വിള്ളലുണ്ടാക്കുന്ന, അനൈക്യമുണ്ടാക്കുന്ന സംസാരങ്ങൾ കേൾക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അത് നിങ്ങൾ ചെയ്യല്ല. എല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങേണ്ട സാഹചര്യത്തിൽ UDFനെ ശക്തിപ്പെടുത്തി മതേതര ഇന്ത്യക്ക് വേണ്ടി, ജനാധിപത്യ രാഷ്ട്രത്തിന് വേണ്ടി, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി UDFനെ ശക്തിപ്പെടുത്തേണ്ട ഈ സാഹചര്യത്തിൽ നിങ്ങൾ വിള്ളലുകൾ ഉണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അനൈക്യമുണ്ടാക്കി വോട്ട് ഭിന്നിപ്പിക്കരുത്, പ്രയാസം സൃഷ്ടിക്കരുത്. വളരെ വിനയത്തോടു കൂടിയാണ് പ്രത്യേകിച്ച് പണ്ഡിതന്മാരോടൊക്കെ പ്രത്യേകിച്ച് പറയാനുണ്ട്. നിങ്ങൾക്ക് പണ്ഡിതന്മാരെന്ന് പറയുമ്പോൾ ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാകുമ്പോൾ അവരുടെ വാക്കുകൾ അണികളിൽ ഛിദ്രതകൾ ഉണ്ടാക്കും, വിള്ളലുകൾ ഉണ്ടാക്കും, എന്നിട്ട് ഭിന്നിപ്പുകളും കലഹങ്ങളും ഉണ്ടാക്കും. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. എല്ലാവരും ഒറ്റക്കെട്ടായി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. UDFനെ ശക്തിപ്പെടുത്തണം. നമുക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ പഴയ അവസ്ഥയിലേക്ക് നാടെത്തണം. ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കണം. ജനാധിപത്യ രാജ്യം, മതേതര രാഷ്ട്രം ഇവിടെ നിലനിൽക്കണം. ആ നിലയ്ക്ക് എല്ലാവരും സഹകരിക്കണമെന്നും ഇത്തരം അനൈക്യങ്ങളും ഛിദ്രതകളും ആരും ഉണ്ടാക്കി വോട്ട് ഭിന്നിപ്പിക്കരുത് എന്നും വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.